കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. Namaskaram everybody, welcome back to the Double Standard Podcast. So I hope, welcome back to the Double Standard Podcast. ഇനിയൊന്ന് മാറ്റിക്കൊടുക്കാം. Yes bitches, come on. So I hope നിങ്ങൾ episode 5 കണ്ടിട്ടുണ്ടാവുന്നു. So continuation episode number 6. സോ നമ്മൾ എവിടെയായിരുന്നു സംസാരിച്ചു നിർത്തിയത്? സോ നമ്മുടെ ഡിസ്കഷൻ റൗണ്ടിൻ്റെ 3 ടോപ്പിക് കഴിഞ്ഞ് 4ാമത്തെ ടോപ്പിക്കിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. അതായത് ഈ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഒരുപാട് തവണ ഗെയിമിൽ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെ പല വ്യക്തികൾ തമ്മിലുള്ള പരിചയം, അവർ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലാണ്ടും പരിചയമുള്ളവരായിരിക്കാം, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഗെയിമിൻ്റെ ഒരു സ്വാധീനത്തിൽ വെച്ചിട്ട് പൊട്ടിപ്പോകുന്നതും അവർ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ 2 ആസ്പെക്റ്റുകളെ ആസ്പദമാക്കി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബിഗ് ബോസിൻ്റെ ഇൻ്റർവെൻഷനും ഗെയിം എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ ഫോർമാറ്റ് കാരണം ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ, ബ്രിഡ്ജസ് ബേണിങ് ആൻഡ് പീപ്പിൾ ഹാവിങ് ഫൈറ്റ്സ് with each other over a game, and Big Boss intervening in between it and manipulating the game in such a way that people do have some kind of spardha between them. What do you feel about it? Be very short, or you can elaborate. If your point needs a little bit more elaboration, go ahead, no worries. Aishwarya. So ഈ വീക്കിൽ ബിഗ് ബോസിൻ്റെ ഇൻ്റർവെൻഷൻസ് വരുമ്പോഴും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അത് ഷോയിൻ്റെ നിലവാരം കുറഞ്ഞു ഓൾറെഡി 2 പേര് പുറത്തു പോയി. ആ പേടിയും ഭയവും ഇനി 4-5 പേരും കൂടി പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ഷോ നിർത്തേണ്ടി വരും. ഇല്ലാതെ എപ്പോഴും എല്ലാ ഓരോ ആഴ്ചയിലും 4 വൈൽഡ് കാർഡ് വെച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഓരോ പ്രാവശ്യവും ഒരു കോൺഫ്ലിക്റ്റിന് ഒരു ഇഗ്നൈറ്റായി തുടങ്ങുമ്പോൾ തന്നെ അവരത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു കാരണം ഭയം തന്നെയാണ്. ആ ഭയത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിലവാരമില്ലായ്മ കൊണ്ട് തന്നെയാണ്. ഓരോരുത്തർക്കും അവനവനിലില്ലാത്ത ആർക്കും സെൽഫ് കൺട്രോൾ ഇല്ല. വേർബലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അറ്റാക്കിംഗ് മോഡാണെങ്കിലും കേഴ്സിംഗ് മോഡാണെങ്കിലും അതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് തന്നെ പേടിയായി തുടങ്ങി. ഈ എല്ലാവരും കൂടി ഇങ്ങനെ അടിച്ച് പിരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഷോ നിർത്തേണ്ടി വരും എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് that they are also scared from their end that what if something else just repeats, the history repeats, they might have to wind up the show. I feel like അതുകൊണ്ടാണ് ഇൻ്റർവെൻഷൻസ് കുറെ കൂടി ഭയങ്കര കൂടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യം, ഗെയിമിൻ്റെ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് റിയൽ വേൾഡ് അല്ല അതിനകത്തുള്ളത്. അത് അവർ തമ്മിൽ പറയാറുള്ള കാര്യങ്ങളും കൂടിയാണ്. അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ 2 പേര് പോയി, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേര് അതിനകത്ത് പോയി. എനിക്ക് എൻ്റേതായ എയിമും വിഷനും വെച്ചിട്ടാണ് ഞാൻ ആ ഹൗസിൽ പോകുന്നത്. അത് കുറേ ഇപ്പം അവിടെ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഒരുപാട് നാളത്തെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഒരു വാണ്ടിങ് ആയിരുന്നു അവിടെ പോവുക, ഇത്ര നാൾ നിൽക്കുക, അല്ലെങ്കിൽ കപ്പടിക്കുക. ഓരോരുത്തരുടെയും ഇൻറ്റൻഷൻസ് വേറെയാണ്. അപ്പം I agree, when you go there, you will bond over people, you will make friends. But end of the day, your goal is to stay there as long as possible. നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട് അവിടെ വെച്ച്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പ്രീവിയസ് സീസൺസിലും ഞാൻ ഈ കോൺവെർസേഷൻസ് അച്ഛനായിട്ട് നടത്തിയ സമയത്തും റിലേഷൻഷിപ്സിന് വാല്യൂ ഉണ്ട്. പക്ഷേ വാട്ട് ഈസ് ദാറ്റ് പ്ലാറ്റ്ഫോം ഫോർ? ഇറ്റ്സ് ഫോർ എ ഗെയിം. അപ്പം അത് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ശരണ്യയുടെയും ഋഷീൻ്റെയും ഇടയിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് ആണെങ്കിലും, ജോൺമണിയുടെയും അർജുൻ്റെയും തമ്മിലുള്ള ഇതൊക്കെയാണ്. അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ അറിയാമെന്ന് അവർ തന്നെ പറയുന്നു. എന്നിട്ട് ഷോയിൽ വരുന്നത് അപ്പോൾ എന്തിനാണ്? ഗെയിം കളിക്കാനാണ്. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എന്നെ പിന്നിൽ നിന്ന് കൊത്തി, എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് നീ നശിപ്പിച്ചത്, നമ്മൾ തമ്മിലുള്ള 6 വർഷത്തെ ബന്ധം, പരിചയം അതൊക്കെ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും the end goal is to stay there as long as possible or win the cup for particular people. That's what I believe. And Arjun, these are I have love for you and respect for you. അത് നീ കളയരുത്. അതെ, അല്ല അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല. keep both your bonds separate. Game is different, relationship or your bond that you share with that particular person is different. അതിപ്പം റിയൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും അത്
പ്രസൻറ്റിലാണെങ്കിലും ബിഗ് ബോസ് വീട്ടിനകത്താണെങ്കിലും അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഞാനൊരു പേഴ്സണലി ഒരാളായിട്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് ബിസിനസ് തുടങ്ങി എന്ന് വെച്ചിട്ട് എനിക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പിനെയും പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെയും താരതമ്യപ്പെടുത്തേണ്ടി വരും. ചില കാര്യങ്ങൾ പ്രൊഫഷണലി ഉള്ളത് പ്രൊഫഷണലി തന്നെ പറഞ്ഞു തീർക്കണം. ഫ്രണ്ട്ഷിപ്പ് വേറെ, ബിസിനസ് വേറെ, ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വേറെ, ഗെയിം വേറെ. അത് അവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതിൽ പലർക്കും അവിടെയുള്ള പലർക്കും ആ ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ നിലപാട്. കെവിൻ, Good take. Wow. Social message. താങ്ക് യു. Our guest Aishwarya is good selection. ഞങ്ങളുടെ ക്യൂറേഷൻ നോക്കി പഠിക്കും. Fair shit, bro. Still people are asking for Elvis. Where is that bro? Bro-ne കൊണ്ടുവരൂ. ആ സൈഡിലിരുന്ന് ബ്ലാക്ക് ഷർട്ട് ഇട്ട് ബ്രോ പൊളിയായിരുന്നു. ക്യോंकി वो मेरा सपना नहीं है. That reel has some 17,000 views and all. Yeah. ആണോ? Yeah. അത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടു. Yeah. സീൻ. ഓക്കെ, ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഓഡിയൻസിൻ്റെ നാരറ്റീവിലും കൂടി ദർ ഇസ് വാട്ട് എവർ ഐശ്വര്യ സെഡ്, ദിസ് ഇസ് പ്ലസ് ദാറ്റ്. ഓക്കെ, ഓഡിയൻസിൻ്റെ നാരറ്റീവിൽ കൂടി കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ദാറ്റ് ഈസ് ദ ഇൻ്റർവെൻഷൻസ് ആർ ഓൺ ദ നോട്ട് ഓഫ് ഹൗ ദി ഓഡിയൻസ് ഇസ് റിയാക്ടിങ്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ്, ജിൻഡോനെ ചെറ്റത്തരം കാണിച്ചിട്ട് കൺഫെഷൻ റൂമിൽ വിളിക്കുമ്പോൾ യുൽ ബി ലൈക്ക്, ഗൈസ് കുഴപ്പമില്ല, നീ സൂപ്പറായിട്ട് കളിച്ചോ മോനെ, ഉമ്മ. ഓക്കെ, Why he is saying that? അപ്പോൾ പക്ഷേ ഗബ്രീനെയും കൂടി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗബ്രിക്ക് അഗെയിൻസ്റ്റ് ഒരു സാധനം കൊടുക്കുമ്പോൾ ഹീൽ ബി ലൈക്ക്, ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഷിറ്റാണ് ഗൈസ്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ്, ഡോണ്ട് ഗോ ബിഹൈൻഡ്. അത് ഞാൻ കേട്ടപ്പോൾ ആ എപ്പിസോഡ് അത് പ്ലസ്സിലാണ് വന്നതെന്ന് തോന്നുന്നു. No. ബിഗ് ബോസ് Main episode. ഇല്ല, പ്ലസ്സിലല്ലേ മറ്റേ ഇത് സാധനം വന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ വന്നപ്പോൾ I was like stunned because എന്തിന് ഈ ലെവലിൽ ലൈക്ക് നിങ്ങൾ തന്നെ കോണ്ടന്റിനെ ഒരുമാതിരി നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ലൈക്ക് ഒരാളുടെ പുറകെ പോയി ട്രിഗർ ചെയ്യുന്നതാണ് ബിഗ് ബോസ്. അല്ലെങ്കിൽ അത് മാത്രമല്ല, പക്ഷെ അതും കൂടിയാണ്. ഇറ്റ് ഇസ് എ കീ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് നോട്ട് ബീങ് ട്രിഗേർഡ് ആൻഡ് കൺട്രോളിങ് യുവർ ഷിറ്റ് ദെയർ ഈസ് ദ കീ തിങ്. മനസ്സിലായില്ലേ? അതിൻ്റെ റിയാക്ഷൻ ഹേറ്റ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന്. പക്ഷേ അത് നിങ്ങൾ പേടിക്കുവാണ്, ഇതൊരു അടുത്ത അടിയാവോ. അത് വാട്ട് ഈസ് ഇറ്റ് ടെല്ലിങ് യു, വാട്ട് ഈസ് ദ ഫീഡ്ബാക്ക് യു ആർ ഗെറ്റിംഗ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഓഡിയൻസിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിൻ്റെ ശബ്ദം അതൊരു ആളുടെ അല്ല, അതൊരാളുടെ പേഴ്സണൽ ചോയ്സ് അല്ല, അതൊരു ക്രൂവിൻ്റെ സ്ട്രാറ്റജിക് ഡിസിഷൻ ആണ്. Exactly. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാം നടക്കുന്നത് ബിഗ് ബോസിന് തെറ്റി അല്ല, ആ ക്രൂവിനാണ് തെറ്റിയേക്കുന്നത്. ദേ ആർ സ്കേർഡ്, ലൈക്ക് ഐശ്വര്യ റൈറ്റ്ഫുള്ളി സെഡ്, ദേ ആർ സ്കേർഡ് ദാറ്റ് 3 weeks ആയപ്പോഴത്തേക്കും ഹാഫ് ഓഫ് ദ ഹൗസ് ഇസ് ഔട്ട്. 3 weeks ആ സോഫ കാണുമ്പോഴത്തേക്കും ഇത്രയും വലിയ സോഫ വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. Only 4 men are there. Yeah. So yeah, that is my note and I will end it on that. Okay. Yeah. So ബിഗ് ബോസിൻ്റെ ഇൻ്റർവെൻഷൻ പറയുകയാണെങ്കിൽ ഈവൻ എന്തൊരു കോണ്ടന്റ്, നല്ലൊരു അടിപൊളി കോണ്ടന്റ്, അടിപൊളി അടി. എനിക്കൊന്ന് ലാസ്റ്റ് വീക്കാണ് എനിക്ക് ബിഗ് ബോസ് ആദ്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സീസൺ തോന്നിയതെങ്കിലും. ആൻഡ് നല്ലൊരു അടി അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കോണ്ടന്റ് ഉണ്ടായി വരുമ്പോൾ തന്നെ ആവശ്യമില്ലാതെ കയറി ഇടപെട്ട് എല്ലാവരും ലിവിങ് റൂമിൽ പോയിരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൺഫെഷൻ റൂമിലേക്ക് വരൂ. ഒന്നാമത്തെ കാര്യം, വയലൻസ് ആണ് നിങ്ങൾക്ക് പേടിയെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും ട്രിഗറായിട്ട് വയലൻസ് ചെയ്യുന്നു. ഓൺലി ഫ്യൂ പീപ്പിൾ വിൽ ഡൂ ദാറ്റ്. ഒന്നാമത്തെ കാര്യം, ഇവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഫെയിം സീക്കേഴ്സ് ആണ്. ഈ വന്നിരിക്കുന്ന മെജോറിറ്റി ആൾക്കാർക്ക് നമുക്കറിയാം, ദേ വാല്യൂ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ലോട്ട്. അതിനാണ് ഈ തെണ്ടിത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നതും. അങ്ങനെയുള്ള ആൾക്കാർ അവർ ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല, മെജോറിറ്റി ആൾക്കാരും. ദെൻ ദർ ആർ പീപ്പിൾ ഹു വിൽ ഡൂ ദാറ്റ്. അങ്ങനെ നമുക്കറിയാം, ആകെ ഓരോ സീസണിൽ നോക്കിയാലും ആകെ 2-3-4 പേരെ ഉണ്ടായിട്ടുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എവ്രിബഡി ഈസ് ഗോണ ഡൂ ആൻഡ് ലൈക്ക് ഷോയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കണം. അങ്ങനെ അയ്യോ അവർ പെട്ടെന്ന് അടിയാവും, അടിച്ചാൽ ഇവരെയും ഇറക്കി വിട്ട് കാലിയാവില്ലേ. യു ഗെറ്റ് പീപ്പിൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്. വാട്ട് ഈസ് ദ പ്രോബ്ലം? നിങ്ങളുടെ ഫോമാറ്റ് നിങ്ങൾ ആരും പറയുന്ന കേട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. അവർക്ക് എപ്പോഴും പുതിയതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനും അതിൻ്റെ ഫോമാറ്റിനെ ചേഞ്ച് ചെയ്യും അവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് ചെയ്യൂ, അതാ ഒരു പ്രോബ്ലം ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഇൻ്റർവെൻഷൻ ബിക്കോസ് ഓഫ് ഇവർ തല്ല് കൂടുമ്പോൾ തല്ലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല. ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ
അവരുടെ ക്വാളിറ്റി ഓഫ് തല്ലുണ്ടാക്കൽ ടു കച്ചറ. അതായത് ഒരു ഫാമിലിക്ക് ഇരുന്ന് ഒരിക്കലും ബിഗ് ബോസ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കച്ചറ. ഒരു അമ്മയും മക്കളും അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്റെ തുണി പൊക്കി നോക്കിയോടി എന്ന് ചോദിക്കുമ്പോൾ, അതുപോലെ നിനക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്, നീ എൻ്റെ അവിടെ കയറി പിടിച്ചില്ല, നീ എന്നെ ഇങ്ങനെ ടച്ച് ചെയ്തില്ലേ. ദർ ഇസ് ടു മച്ച് കോണ്ടന്റ്. ബിഗ് ബോസിൽ നടക്കാത്ത കുറേ ഷിറ്റ് നടക്കുന്നുണ്ട്. അത് നടക്കുന്ന ബിക്കോസ് യു ആക്ച്വലി സെലക്ടഡ് ഷിറ്റി പീപ്പിൾ ടു സീസൺ 6. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ആൻഡ് എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും കണ്ടസ്റ്റൻസിൻ്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. നറേറ്റീവ് ഐ ഹേർഡ് വിച്ച് ഐ എം നോട്ട് സെയിങ് ഇനി ആ നറേറ്റീവ് കാരണം അതുകൊണ്ടാണ് ബിഗ് ബോസ് എന്നല്ല, ആക്ച്വലി നിങ്ങളുടെ സെലക്ഷനിൽ പിഴവ് പറ്റി, ദാറ്റ്സ് ദെയർ, ബട്ട് സ്റ്റിൽ എ നറേറ്റീവ് മേ ബി ദേ ആർ ട്രൈങ് ടു ഷോ. ഇപ്പോൾ സീസൺ 4 ന്യൂ നോർമൽ എടുത്തപ്പോൾ ദേ വാണ്ടഡ് എ ലെസ്ബിയൻ വുമൻ, they wanted a lesbian woman who's married, they wanted a gay guy who hasn't come out, Ashwin Vijay I was talking about, and also too much new normal, അതായത് കേരള സമൂഹത്തിലേക്ക് എത്തിപ്പെടാത്ത കുറേ സാധനം അവർ എത്തിച്ചു. സീസൺ 5 തുടങ്ങിയപ്പോൾ the tagline season of originals. ഫൈൻ. പക്ഷേ അവർ സെലക്ട് ചെയ്ത ആൾക്കാരിലെല്ലാം കുറച്ച് കോമണാലിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും അതിലുള്ള മെജോറിറ്റി ആൾക്കാരും ഭയങ്കര ഡാർക്ക്നെസ് ഇല്ലാത്ത, പക്ഷേ എന്തടി കൂടിയിട്ടും തിരിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരായിരുന്നു ആ സീസൺ. സോഫ്റ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഐ വുഡ് സേ. മനസ്സിലായില്ലേ? ഈവൻ ഔട്ട്സൈഡ് ദ ഹൗസ് ആണെങ്കിലും അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ അവർ സോഷ്യൽ മീഡിയക്ക് വേണ്ടി കെട്ടിപ്പിടിച്ച് മുമ്പ് വെച്ച് വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. ബിക്കോസ് ദേ ആർ സോഫ്റ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഐ മീൻ പ്രോപ്പർ എൻ്റെ ഡിസിഷൻ ഇതാണ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരല്ല എടുത്തത്. സോ ദിസ് സീസൺ ഇപ്പോൾ സൊസൈറ്റിയിൽ ഇനി അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്, അങ്ങനെയുള്ള സീസൺ 4 അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. മേ ബി ദേ ട്രൈങ് ടു സേ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ജനറലി ഇതുപോലുള്ള ഷിറ്റി ആൾക്കാരുമുണ്ട് സീസൺ 6 വഴി കാണിക്കാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശങ്ങൾ കാണിക്കൂ. അങ്ങനെയാണെങ്കിൽ പൊളിച്ചിട്ടുണ്ട്. I say that point makes sense now because അവരുടെ പ്രൊമോ ട്രെയിലർ ആഡ് കണ്ടിട്ടുണ്ടോ? അതായത് ഭരതനാട്യം കളിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പിടിച്ചിട്ട് വക്കീലായിട്ട് വാദിക്കാൻ പറയുന്നു. അതായത് നിങ്ങളെ ചെയ്യാൻ പറ്റാത്ത കാര്യം, അതായത് ബിഗ് ബോസ് എന്നുള്ളൊരു ഗെയിമിന്റെ ലെവലിലേക്ക് വന്ന് കളിക്കാൻ പറ്റാത്ത 20 പേരെ കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അവരുടെ ആട്ടമാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒന്ന് മാറ്റി പിടിക്കാമെന്നായിരുന്നു ഈ സീസൺ ടാഗ് ലൈൻ. അപ്പൊ ന്യൂ നോർമലും അതും കഴിഞ്ഞിട്ട് ഇനി അതിന് ഫുള്ള് മാറ്റി പിടിച്ച് ന്യൂ സെക്ഷൻ ഓഫ് സൊസൈറ്റി അവർ കൊണ്ടുവന്ന് കാണിക്കാൻ ശ്രമിച്ചതാവട്ടെ. ആയിക്കോട്ടെ, ഓക്കെ, ദാറ്റ്സ് വൺ തിങ്. നമ്മൾ വേർ ഓൾസോ നമ്മൾ പുറത്തുനിന്നുള്ള കളിയുടെ കാര്യം യു സെഡ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാനുള്ളത്. സോ നമുക്ക് മനസ്സിലായി ഇതിൽ കുറേ ആൾക്കാർ തമ്മിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഓരോ പ്രാവശ്യം റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇറ്റ്സ് നോട്ട് റിയൽ അറ്റ് ഓൾ എനിമോർ. ഐശ്വര്യ പറഞ്ഞതുപോലെ യു സെഡ് സംതിങ് അബൌട്ട് ദാറ്റ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് റിയൽ എനിമോർ. കാരണം ഇപ്പം തന്നെ എക്സാമ്പിൾ ലാസ്റ്റ് എപ്പിസോഡിൽ നോറയും ജാസ്മിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണം, ഭയങ്കര ഫൈറ്റ് നടക്കാണ്. ഉടനെ നോറ ഇത്രയും നാള് ജാസ്മിൻ ആ വഴക്കെല്ലാം അഭിനയിക്കുകയായിരുന്നു. ജാസ്മിൻ വിചാരിച്ചിരുന്നത് നോറയും അഭിനയിക്കുകയായിരുന്നു എന്നാ. പക്ഷെ നോറയ്ക്ക് മനസ്സിലായി, ഏതോ ഒരു പോയിന്റില് നോറ വിചാരിച്ചു ഇവള് അഭിനയം നിർത്തിയിട്ട് ഇവക്ക് ആക്ച്വലി എന്നോട് ശത്രുത ആയിപ്പോയിന്ന്. അപ്പോഴാണ് നോറ ടീ സ്പില്ല് ചെയ്തത്. നോറ അത് പറഞ്ഞ നിമിഷം അത്രയും നേരം വഴക്ക് കൂടിക്കൊണ്ട ജാസ്മിൻ ഇനി ഇവിടെ വെച്ച് തീർന്ന്. കാരണം ദാറ്റ് ട്രിഗേർഡ് സോ മച്ച്. അവിടെ തൊട്ടടുത്ത് നിന്ന് രശ്മിൻ ഭായ് പെട്ടെന്ന് അതിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടെങ്കിൽ ആള് മെല്ലെ ഒന്ന് പിന്നോട്ട് വലിഞ്ഞിട്ട് ഇടയ്ക്ക് കയറി പുറത്തെ കാര്യം ഇവിടെ സംസാരിക്കുന്നത്. സോ നോറ, ജാസ്മിൻ, ഈവൻ നോറ വെച്ചിരിക്കുന്ന എക്സ്റ്റൻഷൻ, ഹെയർ എക്സ്റ്റൻഷൻ പോലും ജാസ്മിൻ പുറത്ത് കൊളാബ് സെറ്റ് ചെയ്ത് കൊടുത്തൊക്കെ പുറത്ത് സംസാരം. നമുക്കൊരു നിലവാരം പുറത്തെ കാര്യങ്ങൾ സംസാരിക്കില്ല, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നിലവാരമില്ല. Nora is also friends with Jinto. So Nora, Jinto, Jasmine and Rashmin Bhai, ഇവര് ഫുള്ള് പുറത്തുനിന്ന് കാൽക്കുലേറ്റഡ് ആയി. ഈവൻ ഐ ഫീൽ ഗബ്രി ഈസ് ഇൻവോൾവ്. നിങ്ങൾ എപ്പോഴും സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കൂടുതൽ വഴക്കുകളും. ജിൻറ്റോ is fighting with Nora, Jinto is fighting with Jasmine and Gabri. You know?
അല്ല ഇവരുടെ ആ Friends ഒരു- തന്നെയാണ്. ഇവര് തന്നെ ഇവരുടെ എന്ന് വെച്ചാ ഇവര് ബെൽറ്റിന്റെ ഇടയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പുറത്തുനിന്ന് ഡിസൈഡ് ചെയ്തിട്ട് വന്നു, നമ്മൾ വേറെ ഒറ്റ ഒരാൾക്ക് സ്പേസ് കൊടുക്കില്ല, എന്ത് പ്ലോട്ട് നടന്നാലും നമ്മൾ തമ്മിൽ, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്സ് ആയിക്കോട്ടെ, അടി ആയിക്കോട്ടെ, കച്ചറ ആയിക്കോട്ടെ, എല്ലാം നമ്മളുടെ ഇടയിൽ മാത്രം നിൽക്കും. സോ വി ക്യാൻ ബി ദ മെയിൻ പീപ്പിൾ. മനസ്സിലായില്ലേ? ഈവൻ ഐ ഫീൽ സിൻസ് ജാസ്മിൻ വരുന്നുണ്ടെന്ന് ഇറ്റ് വാസ് ഔട്ട് ദെയർ ഓൺ എവറി യൂട്യൂബ് ചാനൽ, Gabri might have contacted her. They might be a part of it. That's why on the second day itself they had that deep connection. And all those fake, നമ്മൾ അത് എത്ര ഫേക്ക് ആണെന്ന് നമ്മളെല്ലാം സംസാരിച്ചതാണ്. അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം. So it's all just so fake. The show is not real anymore because of these people. Okay. ശ്രീലക്ഷ്മി പറയൂ. ഫസ്റ്റ് തന്നെ ബിഗ് ബോസ് ഇന്റർവെൻഷന് കാരണം ഈ പറഞ്ഞ പോലെ നിലവാരമില്ലായ്മയാണ്. അത് നമ്മുടെ കമന്റ്സിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നത് ഇസ് മച്ച് ബെറ്റർ ദാൻ വാച്ചിങ് ദാറ്റ് എപ്പിസോഡ്. സെൽഫ് വാലിഡേഷൻ വെച്ച് എന്റെ കിട്ടാൻ intro. പറ്റുന്നില്ല, ഏറ്റവും വലിയ validation അത് ആണത്. തന്നെ ഏറ്റവും വലിയ വാലിഡേഷൻ ആണ്. അപ്പൊ അത്രയും നിലപതിഞ്ഞ ഒരു ഷോ ആണ്, വിച്ച് ഐ തിങ്ക് ടു നീ പറഞ്ഞ എക്സ്പ്ലനേഷൻ വിച്ച് മേക്ക് സെൻസ്. ചിലപ്പോൾ ആയിരിക്കും മാറ്റി പിടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം ബിഗ് ബോസ് മെറ്റീരിയൽ കണ്ടു, ഇനി ഇതിനൊന്നും കൊള്ളാത്ത കുറച്ച് പേര് ഞങ്ങൾ കയറ്റി കാണിച്ചു തരാം എങ്ങനെയുണ്ട്, അതാണ് കണ്ടത്. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് ഐ വോണ്ട് ടു പോയിന്റ് ഔട്ട് ഇസ് ഈ ഇന്റർവെൻഷൻ കാരണം ഇവർക്ക് തന്നെ ഇപ്പം തലക്കടി ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിന് തന്നെ. ജാസ്മിൻ്റെ കേസ് ഇങ്ങനെ അപ്പൻ വിളിച്ചു, അത് വെളുപ്പിച്ചു, പക്ഷേ ഇവളുടെ വായിന്ന് തന്നെ പൊട്ടിപ്പോയി. കയ്യിന്ന് പോയി. അതെ, കയ്യിന്ന് പോയി. എന്റെ അപ്പൻ എന്നെ വിളിച്ച് പൊരിച്ചിട്ട് എന്നേ അവള് പറഞ്ഞുള്ളൂ. അപ്പൊ അപ്പൊ തന്നെ എഴുന്നേറ്റു. അവള് കട്ട് ചെയ്ത് എനിക്ക് കൈ പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസേ നിങ്ങളുടെ കയ്യിൽ കയ്യിന്ന് നിന്ന് പോയി, പോയിട്ടുണ്ട്. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഐഷു പറഞ്ഞ പോലെ ഭയം. ബിഗ് ബോസ് ബിഗ് ബോസ് രാവിലെ എണീറ്റ് ഈ പാട്ടൊക്കെ അവരെന്തിന് പിന്നെ അത് ലൈവില് ടെലികാസ്റ്റ് ചെയ്യണം? അബദ്ധം ഗൈസ്. കാരണം 24 hours റൺ ചെയ്തിരിക്കുക. ദേ ഹാവ് ടു മച്ച് വർക്ക് ടു ഡു. കാരണം കോണ്ടന്റ് അവർക്ക് ഫുള്ള് ഓരോന്ന് സ്ക്രീൻ ചെയ്ത് വേണം, ചാനൽ അപ്രൂവൽ വേണം, അത് വേണം, നെക്സ്റ്റ് സാധനം എപ്പിസോഡ് എഡിറ്റ് ചെയ്യണം. ടു മച്ച് വർക്ക് ദേ ആർ ഡൂയിങ്. ലൈവ് ചിലപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 2-3 ആൾക്കാരായിരിക്കാം. അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചെറിയ സാധനങ്ങൾ മിസ്സായി പോവാം. അതാണ് നമുക്ക് കിട്ടുന്നത്. ഓർ എഡിറ്റർ പണി വെച്ചതാണ്. സാലറി കൊടുക്കാത്തോണ്ട് ആയിക്കോട്ടെ, എന്തായാലും അത് നമുക്ക് ഇൻഫർമേഷൻ salary കിട്ടി എന്നുള്ളത് കൊടുത്താ. തന്നെയാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഞാൻ കാര്യം. ഇതൊക്കെ എക്സ്ക്ലൂസീവ് ഇങ്ങനെ ഈ ലൈവ് നടക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. Absolutely. മൊത്തം എപ്പിസോഡ് മാത്രമാണ് വന്നിരുന്നെങ്കിൽ കോമഡി ആയതന്നെ. അതിപ്പോ സീരിയൽ കാണുമല്ലേ ആയനെ. പിന്നെ അതാണ് ഈ നിലവാരം. ഐ തിങ്ക് ഇത് തന്നെ എനിക്ക് പറയേണ്ട പോയിന്റ്. അത് തന്നെ ഈ ഭയം ഒരു ചെറിയ ഇൻസിഡന്റ് ആണ്. അതായത് ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഇനി അത് എസ്കലേറ്റ് ആയി പോകരുത് എന്നുള്ള ഭയമുണ്ട്. പിന്നെ ഈ നിലവാരമില്ലായ്മ അത് തന്നെയാണ്. ഇവര് വർത്താനം ഇവർക്ക് തന്നെ കേട്ടിട്ട് എൻ്റെ ദൈവമേ ഇതൊന്ന് നിർത്തുന്ന അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈവൻ എനിക്കറിയില്ല മുമ്പുള്ള സീസണിലൊക്കെ ഒരു കയ്യോക്കോ ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനൊരു എടുക്കുമ്പോഴാണ് അവർ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നത്. ഇത് വാക്ക് തർക്കം, വെറും വാക്ക് തർക്കം ട്രിഗറിങ്ങിനാണ് ബിഗ് ബോസ് വിളിക്കുന്നത് കൺഫെഷൻ റൂമിലേക്ക്. അപ്പോൾ അന്ന് ആലോചിച്ച് വെക്കണം എത്രത്തോളം അവർ സ്റ്റാൻഡേർഡ് കുറച്ചേക്കാണെന്നുള്ളത്. ലൈക്ക് ടു ടേക്ക് വാട്ട് കോണ്ടന്റ് ഷുഡ് ഗോ ഔട്ട്. കാരണം അപ്പം തന്നെ അവരത് സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. ഐ തിങ്ക് ദാറ്റ് പ്രെറ്റി മച്ച് ഇറ്റ്. ബിഗ് ബോസ് തന്നെ കുഴി തോണ്ടി അത് ഈ ഒരു പരുവത്തിലായി. അതിനകത്ത് കയറി കിടക്കേണ്ട അതെ. പറയൂ. സോ എനിക്ക് തോന്നുന്നത് തന്നെ ബിഗ് ബോസ് ഈ 6ാമത്തെ സീസണിലേക്ക് ഒരു കിടിലൻ ജനറിക് ഓഡിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഡേ 1 തൊട്ട് അയ്യോ പോയി ആ മൂഡിലാണ്. അതായത് എനിക്ക് തോന്നുന്നു കെവിൻ പറഞ്ഞ പോലെ ഓഡിയൻസിനെ നന്നായിട്ട്, ഓഡിയൻസിന്റെ ഒരു ഒച്ച കൂടെയാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതേ ഉള്ളൂ. കാരണം ദേ ആർ ലൈക്ക് മുമ്പൊന്നും ഇത്രയും ഓഡിയൻസ് സെൻട്രിക് അല്ലായിരുന്നു ബിഗ് ബോസ്. ഈ സീസണിൽ എനിക്കത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പൊട്ടുന്ന കേസുകൾ തന്നെയാണ് ബിഗ് ബോസ് ഇടപെടുന്നത്. കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും നമ്മളിങ്ങനെ എന്താണത് സീനാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കറക്റ്റ് സമയം ബിഗ് ബോസ് അവിടെ ഇടപെടുന്നുണ്ട്. അപ്പോൾ ദേ ഹാഡ് ടീം ഹഡിൽ ഒരു അതെ അവർക്ക് ഡെയിലി രാവിലെ 10 ടീം. അപ്പോൾ അതിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളത് മനസ്സിലായി തുടങ്ങും. ആൻഡ് ഓൾസോ ദേ അണ്ടർസ്റ്റുഡ് TRP മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. നാളെ ഒരു സീസൺ വരണമെങ്കിൽ അതിലേക്ക് ഒരു കുറച്ച് കണ്ടസ്റ്റൻസ് വരണമെങ്കിൽ അതിന് ദേ നീഡ് ടു പുട്ട് സം വർക്ക് ടു ദി പാസ്റ്റ് സീസൺ. സ്മോൾ കറക്ഷൻ, അതിലേക്ക് കണ്ടസ്റ്റൻസ് അല്ല, Celebrity. അതിലേക്ക് അല്ല സ്പോൺസേഴ്സ് വരണമെങ്കിൽ. ആൾക്കാര് കാണും. അതായത് നമ്മളെ ഓഡിയൻസ് ഇതിലേക്ക് പൈസ മുടക്കുന്ന ആൾക്കാർ, ഈ അമൃതമണി സ്കീയും ഒക്കെ അടുത്ത വർഷം അപ്പൊ അതാണ് ബ്രാൻഡ്സിന്റെ സൈഡിൽ നോക്കി അവർക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ബ്രാൻഡിങ് കിട്ടുന്നുണ്ട് അഗെയിൻ. അപ്പോൾ അങ്ങനെയുള്ളവരും അല്ലാതെ കോണ്ടസ്റ്റൻസ് ആണെങ്കിലും ഇവർ വരണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ വെരി ബേസിക് സ്റ്റാൻഡേർഡ് ലെവൽ. അതൊന്നും താഴെ പോകുന്നത് കൊണ്ടാണ്
ചിലപ്പോൾ മാറ്റിപ്പിടിക്കാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവാം, പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്തതിലും ലെവല് വളരെ താഴേക്ക് പോകുന്നുണ്ടാവും. കാരണം ആദ്യമായിട്ടാണ് 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആൾക്കാർ പുറത്തു പോകുന്നത് ബിഗ് ബോസിലേക്ക്. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 5 ആഴ്ച കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള അവസ്ഥയിലാവും ഇത്രയും ഇൻ്റർവെൻഷൻ കാണുന്നതാണ് എനിക്ക്. ഓൾസോ ഫ്രണ്ട്ഷിപ്സ് ബിഗ് ബോസിനകത്ത് പൊട്ടും കൂടും. ദാറ്റ്സ് ബൗണ്ട് ടു ഹാപ്പൻ. യു ഷുഡ് ഡീൽ വിത്ത് ഇറ്റ്. അതിനകത്ത് കയറുമ്പോൾ അതിനുള്ളൊരു കെൽപ്പും കൂടെ ഉണ്ടെങ്കിലേ ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങാവും. ബാക്ക് ടു ദ പോയിന്റ്. അതായത് ഇപ്പോൾ നോറയും ജാസ്മിനും അവിടെ കിടന്ന് ഈ ഇത്രയും നാൾ കിടന്ന് കളിച്ചത് ഫുൾ ആക്ട് ആയിരുന്നു എന്നും അത് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ട് 4ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും നോറയുടെ ഓവർ ഇമോഷണൽ പ്രശ്നങ്ങൾ കാരണം നോറയ്ക്ക് ഒരു ഡൗട്ട് വരികയാണ്. ഈ പറഞ്ഞ പോലെ ഇവള് ശരിക്കും എന്നെ കളിയാക്കണമാണോ അതോ എനിക്ക് തോന്നണതാണോ എന്നുള്ള രീതിയിൽ പിന്നെയും ട്രിഗർ ചെയ്ത് വന്നപ്പോൾ നോറയുടെ കയ്യിൽ നിന്ന് പോയി. നോറ അങ്ങ് വിചാരിച്ചു ഇനി ഇവളുടെ അടുത്ത് ഈ അഭിനയം കളിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം എനിക്ക് എന്താണ്, മനുഷ്യനെ ഇത്രയിട്ട് ട്രിഗർ ചെയ്ത് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ എന്നെ ഇത്ര ചെറുതാക്കിയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താണ് മോശമായി കാണിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ എന്തിനാണ് ഈ ആക്ടിന് വൈ ഷുഡ് ഐ പുട്ട് അപ്പ് വിത്ത് ദിസ് ആക്ട് എന്നുള്ള രീതിയിൽ നോറ ചെന്നത് പൊട്ടിച്ചു. അപ്പോൾ ഇങ്ങനത്തെ നറേറ്റീവ്സ് പൊട്ടുന്നത് കാണാനാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ രസം. അത് ഇത് ഇനിയും ഇങ്ങനെ പൊട്ടിപ്പോയാൽ അടുത്ത സീസണിലേക്കുള്ള സംഭവം കോമഡിയാവും. അടുത്ത സീസൺ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം തന്നെ ഉണ്ടാവുമെന്ന് ഡൗട്ടുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് പൊട്ടുന്നതും ഇതേപോലെയുള്ള പ്രീ പ്ലാൻഡ് നെറേറ്റീവ്സ് കണ്ടസ്റ്റൻസിൻ്റെ പൊട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അകത്ത് കയറി വന്ന ഒരു ഇൻഡിവിജ്വൽ പ്രീ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു നെറേറ്റീവ് പൊട്ടുന്നത് കാണാൻ അത് ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. പുറത്തുനിന്ന് 3-4 പേര് നമ്മൾ ഇത് പുറത്തെ ആ ഒരു ഫാക്ടർ ഇതിനകത്തേക്ക് കയറി വരുമ്പോഴാണ് ഷോവിൻ്റെ നിലവാരത്തെ ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നത്. അത് ഇപ്പോൾ രശ്മിനാണെങ്കിൽ നേരത്തെ റിയാസ് പറഞ്ഞല്ലോ വളരെ കറക്റ്റാണ്. ആ പുള്ളിക്കാരി നൈസായിട്ട് കയറി വന്നിട്ട് അത് ഈ പുറത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം രശ്മി ഏതോ ഒരു എപ്പിസോഡിൽ ജിൻഡോ രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിൻ്റെ ഇതൊക്കെ ഇത് നേരത്തെ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് മറ്റേ വാപ്പച്ചിയുടെ കേസ് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അവിടെ ഇവിടെ വന്നിരുന്ന പുള്ളിക്കാരിയുടെ പിന്നെയും അറിയാണ്ട് ഇത് മിസ്റ്റേക്ക് പറ്റുന്ന പോലെയാണ് ജിൻഡോ എന്ന് പറഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ. ഓഡിയൻസ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് 2-3 പേര് തമ്മിൽ അങ്ങോട്ട് തമ്മിൽ തല്ലുമ്പോൾ നിങ്ങൾ ആർമി നേവി ഉണ്ടാക്കി തമ്മിൽ തല്ലുന്നതല്ല അതിൻ്റെ ഉത്തരം. അവര് തമ്മിൽ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളോ അവർ തമ്മിലുള്ള സ്പർദ്ധയോ നിങ്ങളെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ അമങ്സ്റ്റ് ഓഡിയൻസ് അതൊരു തല്ലിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർ കളിക്കുകയാണ്, നിങ്ങൾ കളിപ്പിക്കപ്പെടരുത്. ഞാനിപ്പോൾ രശ്മിന് പകരം ഞാനാണ് ആ കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കും എന്ത് ഫോൺ നമ്പർ, സോ യു ന്യൂ ഈച്ച് അതർ ഔട്ട്സൈഡ്, സോ വാട്ട്സ് ദ ഗെയിം പ്ലാൻ? അങ്ങനെ ഏതൊരു കണ്ടസ്റ്റന്റും ചോദിക്കുള്ളൂ. She was not affected by it because she is a part of it. She knew this. അത് വേറെ അത് മാത്രമല്ല, അത് പറയുമ്പോൾ നമ്മൾ അതിന്റെ മറുവശവും കൂടി ആലോചിക്കണം. അവിടെ എത്ര പേര് ബാക്കിയുണ്ടായിരുന്നു ഇത് ചോദിക്കാൻ പറ്റിയ? ഈ ഗെയിം ഓപ്പൺ ആയി കിടന്ന ബാക്കി എത്ര പേര് അതിനകത്തുണ്ടായിരുന്നു? അത് ഉപയോഗിച്ചില്ല. ആരും ചോദിച്ചിട്ടില്ല. അവിടെ ആരും വേണ്ട സെഗ്മെന്റ് നമ്മള് വൈൽഡ് കാർഡ്സിന്റെ ഡിസ്കഷൻ കൂടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ട് ആർക്ക് സംസാരിക്കണം? ഹു ആർ ദ വൈൽഡ് കാർഡ്സ് കമ്മിങ് ഔട്ട്? നിങ്ങൾ 5 പേര് അങ്ങനെ 5 വൈൽഡ് കാർഡ്സ് എത്തവണ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പല പേജിലും പല പോസ്റ്റുകൾ വരുന്നുണ്ട്. 5 മാറൊക്കെ നിങ്ങൾ പറയൂ. 5 പേര് നിങ്ങൾ കണ്ട ആരൊക്കെയാണ് വരാൻ സാധ്യത? ഇവരൊക്കെ വന്നാൽ എന്താണ് സംഭവിക്കാൻ സാധ്യത? നമ്മൾ ഈ ആക്ച്വലി എപ്പിസോഡ് എയർ ചെയ്യുന്നത് ബിഫോർ സാറ്റർഡേ എപ്പിസോഡിന് മുന്നേ പോകും. സൺഡേ ആയിരിക്കാം ചിലപ്പോൾ എപ്പിസോഡ് എയർ ആണ്. സോ വി കാന്റ് ജസ്റ്റ് സ്പിൽ. നമുക്ക് ഇൻസൈഡ് ഇൻഫർമേഷൻ ഒന്നുമില്ലെങ്കിലും ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ജസ്റ്റ് ബിക്കോസ് ദേർ ഈസ് എ ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് ഓൺ സോഷ്യൽ മീഡിയ. നീ അഭിനയിക്കണം, എനിക്കെല്ലാം അറിയാവുന്ന ബിഗ് ബോസ് ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞായിരുന്നു ഇവരൊക്കെയാണ്. ട്യൂഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെ അവിടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെ, എനിക്കൊരു 2 കോടി തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. പിന്നെ നിലവാരമില്ലാത്ത ആൾക്കാരുടെ കൂടെ കളിക്കാൻ അവിടുന്ന് ഇറങ്ങുന്ന അന്ന് തൊട്ട് ബിസിനസ് ക്ലാസ് ക്ലാസ്സിൽ പറക്കും. ഓക്കെ ഫൈൻ. സോ യാ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹേർഡ് ഒന്നെങ്കിൽ 5-6 വൈൽഡ് കാർഡ്സ് കയറുന്നുണ്ടെന്ന്, വിച്ച് ഇസ് സംതിങ് ഐ എം റിയലി ഹാപ്പി അബൌട്ട്. കാരണം ഈ സമയത്ത് 1-2 വൈൽഡ് കാർഡ്സിനെ കയറ്റിവിട്ട് 2 കൊള്ളരുതാത്തതായി പോയാൽ വിച്ച് ഇസ് ഓഫ് ഹൈ ചാൻസ്. കാരണം അവരുടെ ഇപ്പോഴത്തെ ക്യൂറേഷൻ അനുസരിച്ച് കണ്ടസ്റ്റൻസ് മോശമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനൊരു സിറ്റുവേഷനിൽ 2 പേരെ കയറ്റി വിടാതെ വളരെ ബുദ്ധിപൂർവ്വം 5-6 കയറ്റി വിടുന്നത് വളരെ നല്ലതാണ്. ഐ ഹവ് ഹേർഡ് there are gay people, I have heard people who are against LGBTQI community, I heard there are people who are just sitting in the car and blabbering bullshit.
bullshit, you know. So I think there are a lot of people we can Rice boy. expect. Rice brother. Rice brother. Finally, if he is making into it, I'm happy. Finally, ഇത്രയും വർഷത്തെ നാട്ടുകാരെ തെണ്ടിത്തരം പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന് ഐ എം പ്രൗഡ് ഓഫ് യു. ഡു സംതിങ്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെങ്കിലും ചെയ്യേ. നേരത്തെ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇവിടെ പറയാം. പേഴ്സണലി നിങ്ങളൊരു ചെറിയ തിന്മയാണ് അതിനകത്തുള്ള ആൾക്കാരെ സംഭവിച്ചു നോക്കുമ്പോൾ നിങ്ങൾ വല്ലതൊക്കെ മലത്തി കാണിക്കാൻ നോക്കും. മിസ്റ്റർ റൈസ് ബ്രദർ, യു കെൻ ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നു 5-6 വൈൽഡ് കാർഡ്സ് എൻട്രി ചെയ്യുമ്പോൾ ഇപ്പമുള്ള ഫുള്ള് ഡൈനാമിക്സ് ഇവിടെ പുറത്ത് നമ്മൾ 5 പേര് മാത്രം സ്ക്രീൻ സ്പേസ് എടുക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഓൾറെഡി വന്ന 5 പേര് അവിടെ ഉണ്ട്. സോ അവരുടെ ഇടയിലേക്ക് ഈ 5 പേര് വരുമ്പോഴത്തേക്ക് ഇവർ ഫുള്ള് ത്രെട്ട് ഉണ്ടാവും. വേറെ കുറെ പ്ലോട്ട് നടക്കുന്നു, ഞങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഫീൽ സോ ത്രെട്ടൻഡ്. ഇവര് ത്രെട്ടൻഡ് ആവുമ്പോൾ ഇവര് ഫ്ലിപ്പ് ആവും, മൊത്തത്തിൽ തകിടം മറിയും. ഐ ഹോപ്പ് മറിഞ്ഞെങ്കിലും സീസൺ സക്സസ് ആവട്ടെ. സോ എനിക്ക് തോന്നുന്നു സോ മച്ച് പോസിബിലിറ്റീസ്. എനിക്ക് തോന്നുന്നു ഈ 5 പേര് തമ്മിലും എന്തൊക്കെയോ ചാൻസസ് ഉണ്ട്. എപ്പോഴും വൈൽഡ് കാർഡ്സ് കയറുമ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരെ എങ്ങനെ ഫക്കപ്പ് ആക്കാം, അല്ലെങ്കിൽ ഇവരാണ് കോമ്പറ്റീഷൻ. ആൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. Okay, fine. Again. Yeah. So ഈ 5 പേരും പരസ്പരം കോമ്പറ്റേറ്റീവ് ആണ്. ആൻഡ് ദേ ഹാവ് സോ മച്ച് പോസിബിലിറ്റി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ബിക്കോസ് ഇതുവരെ ഭയങ്കര ഓഡിയൻസ് സപ്പോർട്ടുള്ള ഒരു നല്ല മനുഷ്യൻ അതിനകത്തില്ല. ഒരു വിന്നർ മെറ്റീരിയൽ ഈ 25ാമത്തെ വാട്ടെവർ എത്ര ദിവസമായാലും ഈ 25ാമത്തെ ദിവസം വരെ ബിഗ് ബോസ് സീസൺ 6 ഒരു വിന്നർ മെറ്റീരിയൽ ഇല്ല. സോ ഈ 5 വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസിൽ നല്ല പൊട്ടൻഷ്യലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കാനും പ്ലസ് പഠിപ്പിക്കാനും പ്ലസ് being real, നല്ല പേഴ്സണാലിറ്റികളുള്ള ആൾക്കാർ. Why everybody is laughing? We have a dirty mind, bro. Yeah. So do I. That's why I slowed it down. Just, what do you think of me? മുതുക ആ സീനിലേക്ക് പോയി. കളിക്കാൻ അറിയാം, കളിപ്പിക്കാൻ നിങ്ങൾ ബിഗ് ബോസിൽ പോകും. ഇത് ആശയമല്ല ബ്രോ. ഹാഷ്ടാഗ് മാറ്റി അവരുടെ ടാഗ്ലൈൻ മാറ്റിപ്പിടിക്കൊക്കെ എടുത്ത് കളയും. Okay, fine. Okay. സോ അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ ദർ ആർ ഹൈ ചാൻസ് ഓഫ് വിന്നിങ്. നിങ്ങൾക്ക് നല്ലൊരു വിന്നറായി കാണിച്ചു കൊടുക്കാനുമുള്ളൊരു അവസരമാണ് ഗൈസ്. സോ യൂസ് ഇറ്റ്. എസ്പെഷ്യലി ഗെയിം ഇത്രയും തകിടം മറിഞ്ഞ് കിടക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് പുറത്തു നിന്ന് ഫുൾ ഫുട്ടേജ് നിങ്ങളുടെ കയ്യിലുണ്ട്, കാണുക. സോ മച്ച് പോസിബിലിറ്റീസ്. അവർക്ക് പോയി ഓരോ ആൾക്കാരെയും they can do that actually. So fuck them. Yeah, like you said, ഒരു ലാസ്റ്റ് പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ശരിയാണ്. 2 പേർക്ക് പകരം 5 പേരെ കയറ്റാൻ നോക്കുകയാണെങ്കിലായിരിക്കും കുറേ കൂടി എഫക്റ്റീവ്. കാരണം അല്ലെങ്കിൽ ബാക്കി 14 പേരുടെ ആ ഒരു ലെവലിലോട്ട് ഈ 2 പേരെ അങ്ങ് അബ്സോർബ് ചെയ്ത് പോയേക്കാം. 5 പേരുണ്ടെങ്കിൽ ആ 14 പേരെയും വലിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ 5 പേർക്ക് പറ്റും. മാത്രമല്ല 5 പേരിൽ കയറ്റി വിട്ടാൽ 2 വർക്കാവും. 2 പേരെ കിട്ടി 2 പേരും കോൾഡ് കോളിംഗ് ലെവലിലേക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോ ഈ 5 പേർക്ക് നിലവാരം ഇല്ലെങ്കിൽ പിന്നെ ഇത് അവർക്ക് എത്ര ഇന്റർവ്യൂ ചെയ്താലും ബിഗ് ബോസിന് ഇനി പിടിച്ചാൽ കിട്ടൂല. എല്ലാരും പിടിച്ച് കൺഫെൻഷൻ റൂമിൽ മാറ്റിയിട്ടുണ്ട്. ബിഗ് ബോസ് ജാൻമണി, ജിൻഡോ, ഗബ്രി വരും. ഈ സീസണില് പുറത്തുള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കുറെ സംഭവങ്ങളുണ്ട്. യുനോ, ലെറ്റ് ഇറ്റ് ബി ദിസ് ജാസ്മിൻ തിങ്, ലെറ്റ്സ് ബി ദെയർ ഫ്രണ്ട്ഷിപ്പ് ഔട്ട്സൈഡ്, their connections, their shit, their darkness. ഇതെല്ലാം അറിയാവുന്ന പുറത്ത് കുറെ നറേറ്റീവ്സ് നടക്കുന്നതുകൊണ്ട് വൈൽഡ് കാർഡ്സിന് സോ മച്ച് ഓപ്പർച്യൂണിറ്റീസ്. കേറി വന്ന് ജാസ്മിന്റെ സീൻ എങ്ങാനും എടുത്തിട്ടാണല്ലോ പുള്ളിക്കാരിക്ക് ഷീ ഡസൻ സ്റ്റിൽ റിയലൈസ് ദാറ്റ് പറയാൻ പറ്റില്ലല്ലോ. പുറത്തെ കാര്യം പറയണ്ട. നീ ഇവിടെ ഇത്രയും നാളെ കാണിച്ച അഭിനയം പുറത്തെ കാര്യം പറയാതെ പറയാൻ പറ്റുന്ന ഒരുപാട് രീതികൾ. ഡെയ്സിയുടെ എവിക്ഷന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് അല്ലെ? ഡെയ്സിയുടെ എവിക്ഷനെ പറ്റിയിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പൊ പറ്റും, പറ്റായികയൊന്നുമില്ല. അത് എങ്ങനെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. But there is no point of Sijo coming actually. Sijo വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല Sijo വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. He's gotten so much intel, so we don't know. We can't just തള്ളിക്കളയൽ. Bro, ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് I don't know how will be his comeback. But I think ഇപ്പൊ ഈ നോട്ടിൽ ആഡ് ചെയ്യാനുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ audience is waiting for that
ഫ്രഷ്നെസ് ആ hero. a change ഹീറോ ആ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. no a change they need to change സെലക്ട് ചെയ്യേണ്ടത് ഐ എം ടോക്കിംഗ് അബൌട്ട് റോക്കി ടൈപ്പ് സ്റ്റഫ്. യാ അവർക്കൊരു I don't ചേഞ്ച് അവര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓഡിയൻസ് ഇൻക്ലൂഡിങ് us Yeah. അതിനിടയ്ക്ക് റോക്കിയുടെ ക്യാമ്പയിൻ കാണുന്നുണ്ടോ? fuck that fucker he is ഇനി coming മേലെ കേറി പോരുത്. ഒരു പ്രാവശ്യം ഇറക്കി വിട്ടു, അവിടെ കിടന്നോളാം. I really like the way Akhil Mara reacted to that video of him putting up like ഇനി പ്രായമുള്ളവരെല്ലാം കുട്ടിയാണെങ്കിലും ഞാൻ വന്ന ഇടിക്കും. ഹലോ what are you saying? സത്യം. ഹലോ ബ്രോ What Akhil Mara said exactly? അതായത് പ്രൊവോക്ക് ചെയ്യാൻ അതാണ് അതിന്റെ ഗെയിം. നിനക്ക് അതിൽ തിരിച്ച് കേൾക്കാൻ അതായത് അടിക്കാണ്ട് മര്യാദക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ്. അവിടെ ഇടിച്ച നീയാണ് മണ്ടൻ. അവൻ അഖിൽ നിന്നെ മാരാർ Says അവിടെ the most പറഞ്ഞത് violent അവൻ person. നിന്നെ ഇടിക്കാൻ അവൻ ആരെയും വേണ്ടിയിട്ടാണ്. അടിച്ചില്ലല്ലോ. He almost pushed Junais. Junais with shoulder, right? Yeah, what he said was അതായത് നിനക്ക് ഈ ഹർട്ടായോ? പ്രൊവോക്ക് He was very violent. പ്രൊവോക്ക് ചെയ്യുന്ന ആളുടെ ഇന്റൻഷൻ തന്നെ ഇടിക്കാന്നുള്ളതാണ്. Oh, അപ്പൊ you were saying something. നേരെ ഞാൻ കിടന്ന് വായിട്ടല്ലേ. അതായത് സിജോ പ്രൊവോക്ക് ചെയ്തു ആരെ നമ്മുടെ റോക്കിനെ. അപ്പോൾ സിജോയുടെ ഇന്റൻഷൻ വാസ് റോക്കി ഇടിക്കാന്നുള്ളത് തന്നെ ആയിരുന്നു. ആൻഡ് റോക്കി അതിൽ വീണ് കൊടുത്തു. നോ ബ്രോ, സിജോ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. അത് No, ഓപ്പൺ that's ആയിട്ട് what പറഞ്ഞു. പുള്ളി പറഞ്ഞ അതാണ്. അങ്ങനെ ഒരാൾ നിന്നെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇന്റൻഷൻ തന്നെ ആ ഇടി വീഴണം എന്നുള്ളതാണ്. അപ്പൊ നീ അതിൽ വീണു, ആ കളിയിൽ നീ വീണു. അപ്പൊ നീ ഒരിക്കലും ഒരു നല്ല ഗെയിമർ അല്ല. അഖിൽ മാരാർ ആക്ച്വലി പറഞ്ഞത്, ഞാനൊരു ആർഡൻ ഫാൻ ആയതുകൊണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഹി സെഡ് വാസ് നീ അവിടെ ഡയലോഗ് അടിക്കണായിരുന്നു. ദാറ്റ് നീ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോ പ്രൊവോക്ക് ആവാനല്ല ഞാൻ വന്ന് നിക്കണേ. പറഞ്ഞു. ഇത് അഖിൽ മാരാർ പറയുന്നതിന് മുന്നേ റോക്കിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നേരത്തെ റിയാസ് ചോദിച്ചത്. അതായത് ഇങ്ങനെ എന്തെങ്കിലും തോന്നിവാസം അത് ആരായാലും, അത് അച്ഛനല്ല പ്രായമുള്ള സ്പേസിൽ വന്ന് ദേഹത്ത് തൊടരുത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങളെ തൊട്ട അത് നിങ്ങളുടെ എത്ര പ്രായമുള്ള ആളാണെങ്കിലും കുട്ടിയാണെങ്കിലും ഇടിക്കണം. നിങ്ങൾ ഇടിക്കണം എന്ന്. പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് സ്കിൻ മാത്രമല്ല. ഒരാൾ എൻ്റെ അണ്ണാക്കി കയറി വന്ന് സംസാരിക്കുമ്പോഴും എനിക്കത് പേഴ്സണൽ സ്പേസ് ഇൻവേഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ലൈക്ക് ഹി ഡസന്റ് ഹാവ് ദ റൈറ്റ് ടു ക്രോസ് എ ബൗണ്ടറി ഇഫ് ഐ എം നോട്ട് കംഫർട്ടബിൾ. ദാറ്റ്സ് ഓൾസോ മൈ പേഴ്സണൽ സ്പേസ്. ഹി കാൺ ജസ്റ്റ് കീപ് സേയിങ് അവൻ എന്നെ തൊട്ടത് കൊണ്ടാണ് ഞാൻ തൊടരുതെന്ന് പറഞ്ഞു. എൻ്റെ ബൗണ്ടറി അതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അതിൽ കൂടുതൽ ഇപ്പുറത്തേക്ക് വരാനുള്ള അവകാശവും ഇല്ല. അത് തന്നെയാണ് പുള്ളി എല്ലാവരോടും ചെയ്തുകൊണ്ടിരുന്നത്. Exactly. So തൊടറാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ നെഞ്ചത്തേക്ക് അവൻ കടിച്ചു നിന്നിട്ട് മറ്റവൻ എന്റെ പേഴ്സണൽ സ്പേസ് ഇൻവേഡ് ചെയ്തു എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതാണ് ഉദ്ദേശിച്ചത്. And also I don't think we need to give this guy ഇത്രയും ഇമ്പോർട്ടൻസ്. മണ്ടത്തരം കാണിച്ചു, പൊട്ട ഗെയിമർ ആയിരുന്നു, അടി കൊടുത്തു, ബിഗ് ബോസ് പിടിച്ചു, കരഞ്ഞു വാവിട്ട് നിലവിളിച്ചു, ഇറങ്ങി പോയിട്ട് തിരിച്ചേറ്റാൻ പറ്റുമെന്ന് നടത്താൻ ഒരു ക്യാമ്പയിൻ നടത്തി, അതും പാടി. ഇനി നടന്നില്ല, അത്രേ ഉള്ളൂ, കഴിഞ്ഞു നിങ്ങളുടെ കഥ. നോ, ഇനി ഇല്ല. 4500 സ്ക്വയർ പറന്ന് വേണ്ട. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ റൗണ്ടിന്റെ എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഈ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം കുറച്ച് ഡാർക്ക്നെസ്സും കുറച്ച് ഹേറ്റഡും കാരണം കുറച്ച് സീരിയസ് ഡിസ്കഷൻ അർഹിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടോണിലായിരുന്നു കൂടുതൽ നടന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പോലെ ചിരിച്ചിട്ടൊന്നുമില്ല അധികം. ചിരിച്ച പുല്ലാണ്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒരു ടോൺ സെറ്റ് ചെയ്തൊരു വീക്കായിരുന്നു. കുറച്ചും കൂടി ഒരു ഹേറ്റഡും കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് അധികം സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിരുന്നു. സോഷ്യൽ കോമന്ററി. അതെ, അപ്പോൾ കാറ്റഗറി മാറ്റി അപ്ലോഡ് ചെയ്യാം. സോ അതുകൊണ്ട് നമ്മൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ഡിസ്കഷൻ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഇനി ഓൺ ടു അരുന്ധതി ഫോർ ദ നെക്സ്റ്റ് സെഗ്മെന്റ്. അത്രയുണ്ട് ഒരു ആവശ്യമില്ലായിരുന്നു. സോ അടുത്ത നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീക്കെൻഡ്, അതായത് നമ്മൾ ഈ എപ്പിസോഡ് എയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ അന്ന് രാത്രി ലാലേട്ടൻ ആരെയൊക്കെ പറഞ്ഞു വിടും, ആരെയൊക്കെ കയറ്റിവിടും എന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആരെയൊക്കെയാണ് പറഞ്ഞു വിടാൻ പോകുന്നത് എന്നുള്ളതും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, അടികൾ, പിടികൾ എല്ലാം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പുറത്ത് വിടാൻ പോകുന്നത് കുറച്ച് ഇച്ചിരി, അതായത് എല്ലാവർക്കും അത്യാവശ്യം മിണ്ടാത്ത ശരണ്യ വരെ മിണ്ടി അഴിച്ചിടുന്നത്. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് ആര് പോകും എന്നുള്ളത്. സോ ഐശ്വര്യ, വാട്ട് ഡു യു തിങ്ക്? എനിക്ക് ആൾക്കാർ പുറത്ത് പോകുന്നതിനെ കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. 5 പേര് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ 4 പേര് 5 പേര് വരുന്നത് കൊണ്ട്
ഐ എം എക്സ്പെക്ടിങ് ദ 2 week contestants might go out. Not sure, it's just my personal opinion. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരാളെ അതിൽ തോന്നുന്നത് നോറയാണ്, ബിക്കോസ് പുള്ളിക്കാരത്തി കരഞ്ഞ് മടുത്തു ഈ ആഴ്ച. സോ ഒരു അഗൈൻ മാനുഷിക പരിഗണന എന്നുള്ള നിലയിൽ പുള്ളിക്കാരത്തിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ മൈറ്റ് ഗോ ഔട്ട്. ദാറ്റ് ഈസ് മൈ വൺ തിങ്. പിന്നെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യമുന റാണി പോവാൻ ചാൻസ് ചിലപ്പോൾ കാണും, ബിക്കോസ് അത്ര ആക്റ്റീവ് അല്ല ഒരു ഭയങ്കര ഈ വീക്കിൽ. അതെ. പിന്നെ വാസ് സെക്കൻഡ് പോയിന്റ്, ഡിസ്കസ് ചെയ്യണം എന്നുള്ള ടോപ്പിക്സ്. ഡിസ്കസ് ചെയ്യണം എന്നുള്ള ടോപ്പിക്സിൽ ഡെഫിനറ്റ്ലി ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം, യൂസ് ചെയ്യുന്ന വേർഡ്സ്, ആൾക്കാരെ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യുന്ന രീതി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത് അവരെ സംസാരിക്കുന്ന രീതി, ഒരു ഭയങ്കര ഡിഫറൻസിയേഷൻ വെച്ചിട്ടുള്ള രീതി, വെർബൽ അബ്യൂസ്, വാട്ട് എവർ പ്രൊവോക്കിംഗ്, ഇതൊക്കെ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇത് ശ്രീ ഒരു സെക്കൻഡ് വീക്കിൽ കൊണ്ടുവന്നതാണ്, പക്ഷെ അത് ഇൻറ്റൻസിഫൈ ആയിട്ട് ഈ ആഴ്ച കുറച്ച് കൂടുതൽ ശ്രീജുൻ നിനക്ക് കിട്ടൂലല്ലോ, കാരണം നീ ടി ജിയിൽ വരൂല. അതായത് ഇവർ ഇങ്ങനെ വന്ന് പോകുന്നതായിട്ടാണ് സോ 24/7 ഇങ്ങനെ പക്ഷെ ഞാനത് പറഞ്ഞു. ഈ ചിരിയുടെ പുറകിൽ കണ്ണീരുണ്ട്, ഒടുവിൽ അത് സംഭവിച്ചു. സോ ഐ വാസ് സേയിങ് അർജുൻ ആൻഡ് ശ്രീതുവിന്റെ കാര്യം അത് ഭയങ്കര ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിൽ. അവർ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ശരണ്യയ്ക്കും അറിയാം, ജാൻമണിക്കും അറിയാം, അപ്സരയ്ക്കും അറിയാം. എല്ലാവരും പോയി അർജുനെ വോൺ ചെയ്യുന്നു, ശ്രീതു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളാണ്, അവളെ ഹേർട്ട് ചെയ്യരുത്, ഇത് നിന്റെ ഗെയിം പ്ലാൻ ആണോ. അവർ പിന്നെ നൈസായിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ഒരുമിച്ച് സംസാരിക്കുന്നു, കാര്യം അല്ല ലൈക്ക് പേഴ്സണൽ കോൺവെർസേഷൻസ് അവർ അവരുടേതായ ബാത്റൂം കുളിക്കാനുള്ളതല്ലേ. സാധനം അല്ലാണ്ട് പുള്ളിക്കാരത്തി വാള് വെക്കുമ്പോ പുള്ളി ഓടിപ്പോയി ടിഷ്യൂ ഒക്കെ എടുത്തോണ്ട് വരുന്നു. അങ്ങനത്തെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ടാഗ്ലൈൻ വീഡിയോ ഐ സോ. I like tall men. അല്ലല്ല അത് പണ്ട് പിന്നെ എനിക്ക് സാരി ഉടുത്ത് വട്ടപ്പൊട്ടും ജിമിക്കൊക്കെ ഒട്ടുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള എല്ലാരും സാരിയും ജിമിക്കും. Especially Shreetu was wearing sari for the next 2 days. അതിപ്പോ അരുന്ധതി അകത്തായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ I wouldn't do that. I wouldn't fall for that bullshit. No. അരുന്ധതി അപ്പൊ തന്നെ അമ്മ സാരി പെട്ടി നിറച്ച്. ഇനി ഞാൻ സാരി മാത്രം Hello guys. Please stop. Okay, fine. Continue. Are you done? Yeah, that's it. So, two things. Serious നോട്ടിൽ ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ആസ്പെക്റ്റും അതിൽ കവർ ആവുന്നു. ഒരു ഫൺ രീതിയിൽ എന്നുള്ള രീതിയിൽ ഒരു ഫൺ ടേക്ക് ലാലേട്ടന് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ he would definitely bring in this point. എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ള രീതിയിൽ. അതെ. ഓക്കേ മോളെ, ഞാനത് കൊണ്ടുവരാൻ കേട്ടോ. Kevin. So, I think Ansiba and Rishi should go out. Primarily because അവരുടെ തലൈവർ പോയപ്പോൾ അവരുടെ ഗെയിം പോയി. അതുകൊണ്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഇനി വെച്ചുകൊണ്ട് നടക്കുന്നത്. ബിക്കോസ് സി ഇറ്റ് ഈസ് ഓബ്വിയസ് ടു സേ ദാറ്റ് ഗബ്രി വുഡ് ഗോ ഔട്ട്. പക്ഷേ ഇറ്റ്സ് സോ പെത്തറ്റിക് ദാറ്റ് ഗബ്രി ഇല്ലെങ്കിൽ ഇന്ന് അവിടെ വേറൊരു ഗെയിം ലൈക്ക് ലിറ്ററലി വേറെ ഒന്നും ഇല്ല അവിടെ നടക്കുന്നത്. സോ ആൻഡ് ഇപ്പോൾ നോമിനേഷൻ ഗെയിംസിലാണെങ്കിൽ പോലും ഗബ്രിയും ജാസ്മിനും അത്യാവശ്യം ഗെയിംസിലും കളിക്കുന്നുണ്ട്. ദ ഗെയിമിങ് വെൽ. സോ ഐ വുഡൻറ്റ് സേ ദാറ്റ് ദേ ഷുഡ് ഗോ ഔട്ട്. ബട്ട് ലൈക്ക് ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ആൾക്കാർ പോകണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് ഐ പേഴ്സണലി ഹേറ്റ് അൻസിബ ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് ഷീ സ്പ്രെഡിങ് പോയ്സൺ. ലൈക്ക് ഐ ഹേറ്റ് സച്ച് പീപ്പിൾ. ഈ കുന്നായ്മ പറഞ്ഞ് ഓരോ ചെവി പോയിട്ട് അവരെങ്ങനെയാണെന്ന് അറിയോ ആ ഒരു സാധനം. സോ ഐ പേഴ്സണലി ഡോണ്ട് ലൈക്ക് ടു സീ ഹർ ഓൺ സ്ക്രീൻ. നെക്സ്റ്റ് ഒപ്പീനിയൻ ഓൺ ലാലേട്ടൻ എന്ത് ഡിസ്കസ് ചെയ്യണമെന്ന് ഐ ഫീൽ ലൈക്ക് ജാൻമണിയുടെ കേസും ജിൻഡോയുടെ കേസും എന്തായാലും ഡിസ്കസ് ചെയ്തിരിക്കണം. കാരണം നമ്മളുടെ
ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഹൗ ലോങ് ഇറ്റ് ടുക്ക് us to kind of discuss two individual people and what they did during 1 week. So you should address that. Lalaten should come and say, please shut the fuck up. Yes, that is very valid. Yeah, Riyas. സോ എനിക്ക് തോന്നുന്നു പുറത്ത് പോകേണ്ടത് ചാൻസസ് നോക്കണം. ഇപ്പൊ യമുന റാണിക്ക് വോട്ട് കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ദേ വിൽ കീപ്പ് ഹർ ബിക്കോസ് അമ്മ ഫിഗർ. നോ, ദേ നീഡ് an അമ്മ ഫിഗർ ഫോർ സം ടൈം. ഫോർമുലയ്ക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല ചിലപ്പോ ശ്രീലേഖന്റെ പ്ലോട്ടും ഇല്ലാതായി പോവും. ആരാ? യമുന റാണി പോയാല്. അത് ആ പ്ലോട്ട് മാത്രമേ ഉള്ളൂ എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഒരു അമ്മ ഫിഗർ കുറച്ച് നാൾ നിർത്തിയിരിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ എനിക്ക് തോന്നുന്നു നോറ പുറത്ത് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ബിക്കോസ് ഇഫ് യു ആർ ദാറ്റ് ഇമോഷണലി വീക്ക്, you don't have self-confidence at all. Last day I was watching the live and I was so pissed and annoyed. She went to the confession room and started crying, and Big Boss avale ingane console ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. She's not stopping. പറഞ്ഞുകൊണ്ടിരിക്കുക. ജാസ്മിനെ ഫസ്റ്റ് വീക്കിൽ ഇമോഷണൽ വിളിച്ച് ഐ തിങ്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇനി 100th ഡേ വരെ ഇവള് പറയാൻ പോകുന്നത്, കാരണം അവളുടെ അറൗണ്ട് ഉള്ള ഫുൾ പ്രശ്നം അവളെ ആൾക്കാർ ഇമോഷണലി വീക്ക് എന്ന് വിളിക്കുന്ന. വൈ ഇസ് ദാറ്റ് എ പ്രോബ്ലം ഫോർ യു? ഈ ഫുൾ വിക്ടിം കാർഡ് കളിച്ചു നിൽക്കുന്നത് അത്ര. എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കണം, ബിഗ് ബോസിന് തോന്നുന്നുണ്ടോ ഞാൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന്? If you are questioning that, then why are you simultaneously crying while questioning that? Exactly. സ്വയം സെൽഫ് കോൺഫിഡൻസ് ഇല്ല, സെൽഫ് അവയർനെസ് ഇല്ല താൻ എന്താണ് ചെയ്യുന്നതെന്നോ. അത് ആൻഡ് ഷീ ഈസ് സോ മച്ച്. ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ഭയങ്കര ഓഡിയൻസ് എന്നെ എങ്ങനെയാണ് കാണുന്നത്, എന്നെ ഇമോഷണലി വീക്ക് ആയിട്ടാണ് കാണുന്നത്. Then stop fucking crying and do something. Or when it is somebody is fighting with you, fight with them with valid points instead of start crying in the bathroom. The only point she's saying is this thing. എനിക്ക് തോന്നുന്നില്ല വേറൊരു പ്ലോട്ടും കണ്ടെത്താൻ പറ്റും. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഷീ ഹാസ് എനി കൈൻഡ് ഓഫ് ഗുഡ് പേഴ്സണാലിറ്റി ടു ഷോ ഇൻ ബിഗ് ബോസ്. ബിഗ് ബോസിന് പറ്റിയ പേഴ്സണാലിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നോറൊന്നും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന് വരാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് പോലും. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നോറെ പോലുള്ള കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്ന പോലെ? ഐ ഡോണ്ട് ഈവൻ സീരിയസ്ലി നോ. സോ ഡിസപ്പോയിന്റിങ്. സോ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ജിൻടോവിൻ്റെ ഷിറ്റീനെസ് ആൻഡ് ജാൻമുനിൻ്റെ ഡാർക്ക്നെസ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി അഡ്രസ്ഡ് ആൻഡ് ജിൻടോവിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. എനിക്കറിയാം ചാനലും ചിലപ്പോൾ നിങ്ങളത് ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദ ഷോ, നിങ്ങൾക്ക് ഒരു ഫിഗറിന് നിങ്ങൾ എല്ലാ സീസണിലും കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരാളെ രാജാവ്, ഒരാളെ വില്ലൻ, ഒരാളെ ഷിറ്റി പേഴ്സൺ, ഒരാൾ കുലസ്ത്രീ വെച്ച് നിങ്ങൾക്കൊരു പ്ലോട്ട് എപ്പോഴും നറേറ്റ് ചെയ്ത് പോകണമെന്ന് എനിക്കറിയാം. അതിന് വേണ്ടിയിട്ട് ഐ ആം ഷുവർ നിങ്ങൾ ചിലപ്പോൾ ജിൻടോവിന് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ജിൻടോവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഫേവർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുമെന്നറിയാം. ബട്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ജിൻടോ ഇസ് റോങ് ഇൻ സോ മെനി ലെവൽസ്. സ്ലട്ട് ഷേമിങ് ആയിക്കോട്ടെ, ഹോമോഫോബിയ ആയിക്കോട്ടെ, മനുഷ്യർ ഒരുമിച്ച് ഫാമിലി ഇരുന്ന് കാണുന്നതിൽ പച്ചത്തെറി പറയുന്നതായിക്കോട്ടെ, അതിപ്പം ജിൻഡോ ആയിക്കോട്ടെ. ലാലേട്ടൻ എൻ്റെ അടുത്ത് കാണിച്ച ആ ഒരു വികാരമുണ്ടല്ലോ, ലിസണിങ് ടു മൈ ഫക്സ്, ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇത്രയും പച്ചത്തെറി പറയുന്ന ആൾക്കാരോട് അത്രയും രോഷമില്ലെങ്കിലും അതിന് ചെറിയ തോതിൽ ആ രോഷമെങ്കിലും കാണിച്ചാൽ ഇറ്റ് വുഡ് ബി റിയലി നൈസ്. ഇറ്റ്സ് നെസസറി. ആൻഡ് ജാൻമുണീന് ഷീ റിയലി നീഡ് എ ക്ലാസ് ഓൺ. ബാക്കിയുള്ളവരൊന്നുമല്ല, ഞാൻ കണ്ട റോഡിൽ കിടക്കുന്ന ആളൊന്നുമല്ല, റോഡിൻ്റെ സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രോബ്ലം? ഞാൻ ബെഗേഴ്സിൻ്റെ മോളൊന്നും അല്ല. യു നോ ഫ്രം യുവർ ഓൺ കമ്മ്യൂണിറ്റി വിച്ച് ഇസ് എ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ലോട്ട് ഓഫ് പീപ്പിൾ ബെഗ് ആൻഡ് യു നോ വൈ ദേ ബെഗ്. You know the reason, and you're being inconsiderate of all those pains. It's so bullshit. I feel like Lalaten should come and show some like നീ ആരാ എൻ്റെ മുന്നിൽ ആ സീൻ കാണിച്ചു കഴിയുമ്പോൾ she should really understand that there is, even if you are the richest of the richest, you feel like that there is always people going to be above you. There are going to be people below you. She needs to learn some humility. Yeah, exactly. മാനുഷികത എന്താണെന്ന് ജാൻമുനിയെ നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത്, അതും നല്ല രീതിയിൽ. അത് ജിൻടോനായിക്കോട്ടെ ജാൻമുനായിക്കോട്ടെ. ആൻഡ് ഓൾസോ വി ആർ എക്സ്പെക്ടിങ് സം കൈൻഡ് ഓഫ്, ഇനി അതൊന്നും വരില്ലെന്ന് അറിയാം, ദിസ് ജാസ്മിൻസ് ഫാദർ ഖാ തിങ്ങി എക്സ്പ്ലനേഷൻ ചെയ്തോ. നിങ്ങൾ എന്തായാലും കള്ളം പറഞ്ഞതല്ല, അത് കള്ളമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു. സോ ഇനി നിങ്ങൾക്ക് വോയിസ് കേൾപ്പിക്കാനും പറ്റത്തില്ല, ഫൈൻ. ആൻഡ് ഓൾസോ ഐ എം എക്സ്പെക്ടിങ് വീക്കെൻഡിന് വൈൽഡ് കാർഡ്സ് കേറട്ടെ, പൊളിക്കട്ടെ.
I also have the same stuff to say. First thing is ജിൻഡോ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് തന്തയ്ക്ക് വിളിക്കുക, അതും ഫുള്ളി ബീപ്പ് ചെയ്യേണ്ട അവസ്ഥ. അതായത് റിയാസൊക്കെ പോയപ്പോൾ ഏത് ഫക്ക് എന്നുള്ളൊക്കെ വാക്ക് യൂസ് ചെയ്തപ്പോഴാണ് ബീപ്പ് ചെയ്തത്. ഇത് അങ്ങനെയല്ല, ബീപ്പ് മാത്രമേ, അത്രയും തെറിവിളി യൂസ് ചെയ്യുന്നതിന് നല്ല രീതിക്ക് കൊടുക്കണം. അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ഈ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് നോട്ടീസ് ചെയ്യേണ്ട, അതനുസരിച്ചാണ് ലാലേട്ടും റെസ്പോണ്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഗബ്രി അവിടെ കാണിച്ചു കൂട്ടുന്നതിന് ലാലേട്ടൻ അതിൻ്റെ ഇരട്ടി കുറഞ്ഞിട്ടുണ്ട് ഗബ്രീനെ. ഓണസ്റ്റ്ലി പറയാണ്, നമ്മൾ മനസ്സിൽ ഇവരിട്ട് 2 കിട്ടണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരെയും വിളിച്ചു നിർത്തി പറയും നിങ്ങൾ എന്താണ് കളിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കലുണ്ടാകും. പിന്നെ ജാൻമണിയുടെ കാര്യം, അതായത് നിങ്ങൾ ചിലപ്പോൾ വലിയ ഗുദാമിലെ ആളായിരിക്കും പുറത്ത്, പക്ഷെ ബിഗ് ബോസിൽ വന്ന നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. അത് പ്രോപ്പറായിട്ട് അങ്ങ് ബിഗ് ബോസ് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ടു ആഡ് ഓൺ ദാറ്റ്, ഒരു സൈഡ് നോട്ട്, ഈ ഗ്യാസ് തുറന്നു വിട്ട ഇഷ്യൂ, ഐ തിങ്ക് ദാറ്റ് ഇസ് സംതിങ് സീരിയസ്ലി ടു ബി അഡ്രസ്ഡ്. കാരണം ഇവിടെയുള്ള ജാസ്മിനാണ് ഏറ്റവും വലിയ ആള്, സ്വന്തം സ്വന്തം ആണ് ബിഗ് ബോസ് എന്ന് വിചാരിച്ചാണ് അവൾ നോക്കുന്നത്. പിന്നെ മൈക്ക് ധരിച്ചിട്ടില്ല, അത് പോട്ടെ, അത് പിന്നെയും പിടിച്ചെടുത്തു. പക്ഷെ ഈ ഗ്യാസ് ഒക്കെ ഒരു ഫുൾ നൈറ്റ് ഒക്കെ അത് അറിയാത്ത രീതിയിൽ കത്തിപ്പോവും. അതെ, പോട്ടെ, പിറ്റേ ദിവസം രാവിലെ ചായ ഉണ്ടാകുമ്പോ ചത്തു പോകുമ്പോണ്ടാറും. സെറ്റിൽ ബാക്കിയിരിക്കുന്ന പാവപ്പെട്ട ക്യാമറമാൻ, ആ കണ്ണാടിയുടെ പുറകിലൊക്കെ ക്യാമറമാൻമാർ ഇരിക്കുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അവരൊക്കെ ചത്തുവാലും ഓ മൈ ഗോഡ്. എനിക്ക് പോണെന്ന് ആഗ്രഹമുള്ളത് വേറെ, പോകും എന്നുള്ളവർ വേറെ. സോ പോകും എന്നുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ഫസ്റ്റ് ചാൻസ് നോറയാണ്, പിന്നെ യമുന റാണിയാണ്. ഇവർ രണ്ടുപേരും ആരെങ്കിലും ആയിരിക്കും പോവുക. ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ എവിക്ഷൻ, ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നോറയും ഗബ്രിയും പോകണം. സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ നോറ പോകണം. ഡബിൾ എവിക്ഷനിൽ നോറയും ഗബ്രീനെ അതിനകത്ത് ആഡ് ചെയ്യാമെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. ഇമ്രാൻ റാണിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്, ലൈക്ക് നമ്പർ വൈസ് സപ്പോർട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്കാരൻ യമുന റാണി, യമുന റാണിക്ക് സപ്പോർട്ട് ഉണ്ട്. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നോറ കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുള്ള ആള് ഗബ്രി, പോകും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന ആള് ഗബ്രി. ഓക്കെ, സോ ദാറ്റ് ജാസ്മിന്റെ മറ്റേ നായിക കളിക്കാനുള്ള പ്ലോട്ടും വരും, അതിന്റെ ഇടയിലേക്ക് വൈൽഡ് കാർഡിനെയും കയറ്റും. മനസ്സിലായോ? ദാറ്റ് ഷുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് വാള് നഷ്ടപ്പെട്ട വാരിയറിന്റെ അടുത്തോട്ട് 5 വേറെ ഓപ്പോസിറ്റ് ആർമിയിലെ ഭടന്മാരെ ഇറക്കുക എന്നുള്ള ഒരു സീൻ കളിച്ചാൽ ബിഗ് ബോസ് ചിലപ്പോൾ അങ്ങനെ ഒരു ഗെയിം കളിക്കാനാണെങ്കിൽ വീണ് കിടക്കുന്ന ജാസ്മിനെ ഉയർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലോട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശരിക്കും ബിഗ് ബോസ് ആണ് ജാസ്മിന്റെ ഇങ്ങനത്തെ ഒരു ഇന്റർവെൻഷൻ. ബിഗ് ബോസ് ജാസ്മിൻ ശരിക്കും കപ്പ് എടുക്കണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടാസ്ക് കൊടുത്ത് പുള്ളിക്കാരെ അത് അതിജീവിച്ച് വരട്ടെ. ഞാനത് ആഗ്രഹിക്കുന്ന ആളൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. നടക്കലേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാ, ഒന്ന് ശപിച്ചതാ. ഈവൻ എനിക്ക് തോന്നുന്നതും നോറ ഷുഡ് ബി. നോറേനെയും ഗബ്രി പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല, ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ് പോയില്ലെന്നുള്ളത്. ഓൾസോ അൻസിബ പ്രത്യേകിച്ച് ആർക്കും ഗുണമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ അങ്ങനെ ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ല. വരുന്ന വൈൽഡ് കാർഡിന് ഒരു ബെഡ് കിട്ടും അൻസിബ പോയാൽ. അപ്പോ അൻസിബ പോയി കഴിഞ്ഞാൽ ആ മഞ്ഞക്കട്ടിൽ നിന്ന് ഫൈനലി അൻസിബ വിട പറയട്ടെ. അപ്പോൾ അൻസിബ പോകുന്നത് നല്ലൊരു ഓപ്ഷൻ ആവും തോന്നുന്നു. പിന്നെ മോഹൻലാൽ, ലാലേട്ടൻ ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളും അപ്പോൾ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ജിൻജാൻ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യണം. പിന്നെ ഓൾസോ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, അതായത് പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ ക്രിയേറ്റീവായി പണിഷ്മെൻറ്റ് കൊടുക്കണം. ഈവൻ ദോ ജിൻഡോ ചെയ്തതെല്ലാം മഹാ പൊട്ടത്തരങ്ങളാണെങ്കിലും വലിയ വലിയ തെറ്റാണെങ്കിലും ജിൻഡോയ്ക്ക് എപ്പോഴും ഫ്ലോർ ക്ലീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്കത് എന്തുകൊണ്ട് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ളൊരു പണിഷ്മെൻറ്റ്, മര്യാദയ്ക്ക് നല്ല ഹാർഷായിട്ടുള്ള രീതിയിൽ തന്നെ ക്രിയേറ്റീവായിട്ടൊരു പണിഷ്മെൻറ്റ് വേണമെങ്കിൽ അവിടേക്ക് കൊടുക്കാമായിരുന്നു. എന്നിട്ട് നമ്മുടെ ഗബ്രീനെ കൊണ്ട് ഏത്തൊടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അഗെയിൻ he should revisit on what is this power team, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം വേണോ, ഇല്ലെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് ഒരൊറ്റ ക്യാപ്റ്റനെ വെച്ച് മര്യാദയ്ക്ക് പണ്ട് ചെയ്തതുപോലെ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാണ്ട് വെറുതെ പേരിൻ്റെ ഒരു പവർ ടീമും എന്തെല്ലോ കാണിക്കുന്നു. ഓരോരുത്തർ ഇങ്ങനെ കുറച്ച് അധികാരം കിട്ടാൻ കൊതിക്കുന്ന ആൾക്കാർ പവർ എന്ന് പറഞ്ഞ അധികാരം കിട്ടിയിട്ട് അതിനെ മിസ്യൂസ് ചെയ്ത് അവിടെ കയറി അലമ്പുണ്ടാക്കുന്നു. സോ അതെല്ലാം
അതിനെല്ലാം ഒരു ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഹി ഷുഡ് ഡു സംതിങ്. അതായത് ഇതൊക്കെയാണ് ആരുടെ സംസാരിക്കേണ്ട കാര്യങ്ങളായിട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾ നമ്മുടെ എപ്പിസോഡ് കണ്ടു. കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടുള്ള മേജർ അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ടതായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ വിഷയങ്ങൾ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സോ ആൻഡ് വി വാണ്ട് ടു നോ നമ്മുടെ പെർസെപ്ഷൻ ഓഫ് ദിസ്, നമ്മുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് പ്ലീസ് ലെറ്റ് us know in the comment section. നിങ്ങൾക്കും നിങ്ങളുടേതായ നാരറ്റീവ്സ് ഉണ്ടാവും. ആൻഡ് ഐ ഹോപ്പ് യു ഹാഡ് ഫൺ വാച്ചിങ് our podcast. So keep watching it. I hope you had fun listening and watching to Aishwarya in our new episode. So Thank you, Aishwarya, for coming. thank you. So Who are we? we are the Double Standard Podcast. ഇനിയൊന്നും മാറ്റിക്കൊണക്കാം. Done.